ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം നമ്മൾ ജനുവരി മാസത്തെ കുറച്ച് കറണ്ട് അഫയേഴ്സാണ് കണ്ടത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതുപുത്തൻ പത്മ പുരസ്കാരങ്ങളാണ്. ഇനി വരുന്ന PSC പരീക്ഷകൾക്കൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ പുരസ്കാരങ്ങളിൽ നിന്നുണ്ടാകും. നമുക്കപ്പം വേഗം പഠിച്ചു തുടങ്ങാം. പത്മ പുരസ്കാരങ്ങൾ 2026. ഈ വർഷം 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ എന്നിവയുൾപ്പെടെ 2026 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. എത്ര എണ്ണമാണ്? 131 പത്മ പുരസ്കാരങ്ങളാണ് ആദ്യം പ്രഖ്യാപിച്ചത്. അതിൽ 5 എണ്ണം പത്മവിഭൂഷൺ, 13 എണ്ണം പത്മഭൂഷൺ, 113 പത്മശ്രീ എന്നിവ ഉൾപ്പെടുന്നു. അപ്പം കേരളത്തിൽ നിന്ന് 8 പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അപ്പം അവരുടെ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. കേരളത്തിൻ്റെ പത്മ പുരസ്കാരങ്ങൾ. പത്മവിഭൂഷൺ ലഭിച്ചത് 3 പേർക്കാണ്. VS അച്യുതാനന്ദൻ സാറ്, KT തോമസ് സാറ്, P നാരായണൻ സാറ്. അപ്പോൾ പത്മഭൂഷൺ ലഭിച്ചത് 3 പേർക്കാണ്. VS അച്യുതാനന്ദൻ സാറ്, KT തോമസ് സാറ്, P നാരായണൻ സാറ്. പത്മഭൂഷൺ ലഭിച്ചത് മമ്മൂട്ടി സാറും വെള്ളാപ്പള്ളി നടേശൻ സാറിനും. പത്മഭൂഷൺ ലഭിച്ചത് 2 പേർക്കാണ്. മമ്മൂട്ടി സാറിനും വെള്ളാപ്പള്ളി നടേശൻ സാറിനും. പത്മശ്രീ ലഭിച്ചത് 3 പേർക്കാണ്. AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, G ദേവകി അമ്മ. ഇവർക്കാണ് പത്മശ്രീ ലഭിച്ചത്. ആരൊക്കെയാണ്? AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, G ദേവകി അമ്മ. പത്മവിഭൂഷൺ ലഭിച്ചത് 3 പേർക്കാണ്. ഒന്നാമത്തേതായി VS അച്യുതാനന്ദൻ സാറിന്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ മേഖല പൊതുകാര്യം. അപ്പോൾ VS അച്യുതാനന്ദൻ സാറിന് മരണാനന്തര ബഹുമതിയാണ്. അദ്ദേഹത്തിൻ്റെ മേഖല പൊതുകാര്യം. അടുത്തതായി KT തോമസ് സാറ്, അദ്ദേഹത്തിൻ്റെ മേഖല പൊതുകാര്യം. അടുത്തതായി P നാരായണൻ സാറ്, അദ്ദേഹത്തിൻ്റെ മേഖല സാഹിത്യം വിദ്യാഭ്യാസം. ഈ 3 പേർക്ക് ലഭിച്ചത് ഏത് പുരസ്കാരമാണ്? പത്മവിഭൂഷൺ. പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കൊക്കെയാണ്? VS അച്യുതാനന്ദൻ സാറ്, KT തോമസ് സാറ്, P നാരായണൻ സാർ. ഇനി അടുത്തത് പത്മഭൂഷൺ ലഭിച്ചത് 2 പേർക്കാണ്. ഒന്ന് മമ്മൂട്ടി സാറിന്, അദ്ദേഹത്തിൻ്റെ മേഖല കല. 2 വെള്ളാപ്പള്ളി നടേശൻ സാറ്, അദ്ദേഹത്തിൻ്റെ മേഖല പൊതുകാര്യം. മമ്മൂട്ടി സാറിനും വെള്ളാപ്പള്ളി നടേശൻ സാറിനും. പത്മശ്രീ ലഭിച്ചത് 3 പേർക്കാണ്. AE മുത്തുനായകം, അദ്ദേഹത്തിൻ്റെ മേഖല ശാസ്ത്രം. അടുത്തതായി കലാമണ്ഡലം വിമല മേനോൻ, മേഖല കല. അടുത്തതായി കൊല്ലക്കയിൽ ദേവകി അമ്മ, മേഖല സാമൂഹ്യ സേവനം. ആർക്കൊക്കെയാണ്? AE മുത്തുനായകം, മേഖല ശാസ്ത്രം. കലാമണ്ഡലം വിമല മേനോൻ, മേഖല കല. കൊല്ലക്കയിൽ ദേവകി അമ്മ, മേഖല സാമൂഹ്യ സേവനം. ഇനി മലയാളികളും കേരളവുമായി ബന്ധമുള്ളവരും, അതായത് പത്മവിഭൂഷൺ വിഭാഗത്തിലും പത്മശ്രീ വിഭാഗത്തിലും ആർക്കൊക്കെയാണ് നമുക്ക് നോക്കാം. പത്മഭൂഷൺ വിഭാഗത്തിൽ മമ്മൂട്ടി. ആദ്യത്തേത് മമ്മൂട്ടി സാറ്. അദ്ദേഹത്തിന് 10 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. മികച്ച നടനുള്ള 3 ദേശീയ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അപ്പം മികച്ച നടനുള്ള 3 ദേശീയ പുരസ്കാരങ്ങളും 10 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ലഭിച്ച വ്യക്തിയാണ് മമ്മൂട്ടി സാറ്. ഇനി അടുത്തത് വെള്ളാപ്പള്ളി നടേശൻ സാറ്. അദ്ദേഹം SNDP യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്. ഇനി അടുത്തത് പത്മശ്രീ ലഭിച്ചത് ഒന്നാമത്തേത് കൊല്ലക്കയിൽ ദേവകി അമ്മ, ഒരു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകയാണ്. 2018 നാരിശക്തി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ വൃക്ഷമിത്ര, ഫാം ഫോറസ്ട്രി, പ്രകൃതിമിത്ര പുരസ്കാരങ്ങൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. ആർക്കാണ്? കൊല്ലക്കയിൽ ദേവകി അമ്മയ്ക്ക്. നാരിശക്തി പുരസ്കാരം എന്നാണ് ലഭിച്ചത്? 2018. കൂടാതെ വൃക്ഷമിത്ര, ഫാം ഫോറസ്ട്രി, പ്രകൃതിമിത്ര പുരസ്കാരങ്ങളും കൂടി ദേവകി അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കലാമണ്ഡലം വിമല മേനോൻ. മോഹിനിയാട്ടം നർത്തകിയാണ്. സ്വന്തം ശൈലിയിൽ മോഹിനിയാട്ടത്തെ വളർത്തിയ ഒരു നർത്തകി കൂടിയാണ് ആര്? കലാമണ്ഡലം വിമല മേനോൻ. ഇനി അടുത്തത് ഡോക്ടർ AE മുത്തുനായകം. ഇന്ത്യൻ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ AE മുത്തുനായകം. ഇന്ത്യൻ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. നാഗർകോവിൽ സ്വദേശിയാണ്. കേരളത്തിലാണ് സ്ഥിരതാമസം. അടുത്തത് K വിജയകുമാർ IPS. അദ്ദേഹം ഓപ്പറേഷൻ കൊക്കൂൺ 2004 ഓപ്പറേഷൻ കൊക്കൂണിൻ്റെ
സാരഥിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രമാണിത്. കെ വിജയകുമാർ. വീരപ്പൻ വധദൗത്യ സേനയുടെ നേതാവ് കൂടിയായിരുന്നു ആര്? കെ വിജയകുമാർ സർ. അദ്ദേഹത്തിന് ലഭിച്ചത് പത്മശ്രീ. ഇനി പത്മശ്രീ ലഭിച്ച കുറച്ച് സ്പോർട്സ് താരങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഹർമൻപ്രീത് കൗർ ക്രിക്കറ്റ് വിഭാഗത്തിലാണ് പത്മശ്രീ ലഭിച്ചത്. രണ്ടാമത്തേത് സവിത പുനിയ ഹോക്കി പ്ലെയറാണ്. അടുത്തതായി പത്മശ്രീ ലഭിച്ചത് പ്രവീൺ കുമാർ, പാരാ ഹൈ ജമ്പ് താരമാണ് പ്രവീൺ കുമാർ. അടുത്തത് രോഹിത് ശർമ്മ, ക്രിക്കറ്റിലാണ് പത്മശ്രീ ലഭിച്ചത്. അപ്പം ഈ 4 പേർക്കാണ് സ്പോർട്സിൽ മുഖ്യമായും നമ്മൾ ഓർത്തിരിക്കേണ്ട ആൾക്കാർ പത്മശ്രീ ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ഹർമൻപ്രീത് കൗർ ക്രിക്കറ്റ്, പിന്നെ സവിത പുനിയ ഹോക്കി വിഭാഗം, പ്രവീൺ കുമാർ പാരാ ഹൈ ജമ്പ് വിഭാഗം, പിന്നെ രോഹിത് ശർമ്മ ക്രിക്കറ്റ്. ഇത്രയും പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളവയിൽ മുഖ്യമായും നമ്മൾ ഓർത്തിരിക്കേണ്ട വ്യക്തികൾ. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.